വെൽക്കം ബാക്ക് ടു ബ്രാമാക് ആൻഡ് ദിസ് ഇസ് GS. അങ്ങനെ UK ഫുൾ വിന്റർ ആയി തുടങ്ങി. ഇന്നത്തെ കാലാവസ്ഥ ഉണ്ടോ? 8:30 സമയം രാവിലെ, പക്ഷെ ഫുള്ള് കോടമഞ്ഞ് ഇതൊക്കെ മൂടിയിട്ട് അടിപൊളി ക്ലൈമറ്റ് ആണ്. ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയാണെങ്കിലും നമ്മളൊരു സ്പെഷ്യൽ ഈവന്റിന് പോവാണ്. എന്താണ് ഈവന്റ് എന്ന് ഞാൻ കാണിച്ചു തരാം. വാ, ഇതാണ് നമ്മുടെ ഈവന്റ് നടക്കുന്ന സ്ഥലം, എയ്സ് കഫേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1938 അവിടെ പൊട്ടിക്കൽ തുടങ്ങി. 1938 സ്റ്റാർട്ട് ചെയ്ത ഒരു കഫേയാണ്, മോട്ടോർ കഫേയാണ്, വേൾഡ് ഫേമസ് ആണ്. ഏറ്റവും കൂടുതൽ ഈവന്റ്സ്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രയംഫിന്റെ ബൈക്കായ ബോൺവിലയൊക്കെ ലോഞ്ച് ചെയ്തത് തന്നെ ഇവിടെയാണ്. കാരണം അത്രയും പ്രാധാന്യമുള്ള മോട്ടോർ സ്പോർട്ടിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു കഫേയാണ്. എല്ലാവരും വന്നു പോകുന്ന സെലിബ്രിറ്റീസ് ഒക്കെ വന്നു പോകുന്ന കഫേയാണ്. അവിടെയാണ് ഇന്നത്തെ നമ്മുടെ ഈവന്റ്. നമ്മളങ്ങനെ എത്തി. ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേൾഡ് ഫേമസ് മോട്ടോർ കഫേയാണ്, എയ്സ് കഫേ ലണ്ടൻ. അതാണ് ഈ കഫേയുടെ പേര്. കഫേയുടെ ആഘോഷം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ട്രയംഫ് ബോൺവിലെ. ഇത് ഇവരുടെ 71st ആനിവേഴ്സറിക്ക് ഇവിടെ വീണ്ടും ഈ ബൈക്ക് ലോഞ്ച് ചെയ്തു. അതിൻ്റെ ഒരു ഇതായിട്ട് വെച്ചിരിക്കുകയാണ്. കാർസിന്റെ ഈവൻസ്, ലോഞ്ച് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഭയങ്കര കാർ എന്തൂസിയാസ്റ്റ്, പെട്രോൾ ഹെഡ്സ്, അങ്ങനെ മോട്ടോർ വേൾഡിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു കഫേയാണ്. അപ്പം അന്ന് അവിടെയാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു 1/2 hour ഉണ്ട്. ഞാൻ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓർഡർ ചെയ്ത് ഇരിക്കുകയാണ്. ഫുഡ് റൈസ് ചെയ്തിട്ട് നൈസായിട്ട് ഇവന്റിലേക്ക് പോകണം. ഫുള്ള് എന്താ പറയുന്നത്, മോഡിഫൈഡ് കാർസ്, റീബിൽഡ് ചെയ്ത കാർസ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ഒരു കാപ്പി തന്നു. പിന്നെ നമ്മുടെ കഫേയും കാറുകളൊക്കെ അതെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റ്. ഇന്നത്തെ ഈവന്റ് ഔഡി TT അഡിക്ട്സ് എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബ്, ഓൾ ഓവർ യൂറോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലബ്ബ് നടത്തുന്ന ഒരു മീറ്റപ്പാണ്. ഔഡി TTകളുടെ മീറ്റപ്പിൻ്റെ ഇടയിലൊരു രാജാവ് വന്നിറങ്ങിയിട്ടുണ്ട്. ഒരു പഴയ വിൻറ്റേജ് മോഡൽ BMW ആണ്. എല്ലാ കാറുകളും നിരനിരയായിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏഷ്യൻ പെയിൻറ്റിൻ്റെ പരസ്യം പോലെ തോന്നും. ഫുള്ള് കളർഫുൾ, അതായത് പിങ്ക്, പച്ച, മഞ്ഞ, നീല, വെള്ള, ചുവപ്പ്, എല്ലാ കളറും ഉണ്ട് മിക്ക കാറുകളും. ഇപ്പോൾ ഈ കാറ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ വന്നേക്കുന്ന അണ്ടർ സ്കേർട്ട്, പിന്നെ ബാക്കിലെ സ്പോയിലർ, ഈവൻ ചില കാറിൻ്റെ നമ്മുടെ ബ്രേക്ക് ഡിസ്ക് വരെ സെറാമിക്കും അതുപോലെ കാർബൺ ഫൈബറുമാണ്. കാർബൺ ഫൈബറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റാണ്, പക്ഷെ ഭയങ്കര സ്ട്രോങ് ആണ് സാധനം. ഇത് പക്ക ഒരു റാലി കാറിൻ്റെ മോഡലിൽ ചെയ്തു വെച്ചിരിക്കുകയാണ് പുള്ളി. ഔഡി TTയുടെ ഫസ്റ്റ് മോഡൽ, അതായത് MK1 മോഡലാണ്. 2002 മോഡൽ രജിസ്ട്രേഷൻ വണ്ടിയാണിത്. മിക്ക എൻജിൻസും സൂപ്പർ ചാർജ്ഡാണ്. എയർ ഫിൽറ്റർ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഒരു വണ്ടിയും ഇവിടെ ഉള്ളത് സ്റ്റോക്ക്, അതായത് നമ്മുടെ മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് വന്നേക്കുന്ന രീതിയിലുള്ള വണ്ടികളല്ല ഒന്നും. എല്ലാം മോഡിഫൈഡ് ആണ്. ഏതെങ്കിലും ഒരു ഭാഗം, ഈവൻ ചിലപ്പോൾ നമ്മുടെ ഈ ബ്രേക്ക് ഡിസ്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ എൻജിൻ വൈസ് ആണെങ്കിൽ, അല്ലെങ്കിൽ എയർ ഫിൽറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ എക്സോസ്റ്റ് ആണെങ്കിൽ, സ്പോയിലർ ആണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ മാറ്റിയിട്ടുള്ള വണ്ടികളുണ്ട്. ഇപ്പോൾ ഈ വണ്ടികൾ നോക്കുകയാണെങ്കിൽ പെയിൻറ് വർക്ക് കണ്ടോ, ഫുൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ആണ് എല്ലാ വണ്ടികളും. ഒരു രക്ഷയില്ല, ഫുൾ ഔഡി TT കൊണ്ട് നിറയ്ക്കുവാണ് ഈ പാർക്ക്. ഫേസ് ലിഫ്റ്റ് ചെയ്തത്, മോഡിഫൈ ചെയ്തത്, പിന്നെന്താണ് റീമാപ്പ് ചെയ്തത്, അങ്ങനെ പല ടൈപ്പ്. നമ്മൾ മറ്റേ നാട്ടിലൊക്കെ കോളേജിലൊക്കെ ഓട്ടോസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഫ്ലഡ്ജ്, ഇത് കണ്ടോ, ഫുൾ ഫ്ലഡ്ജില്. അതായത് ഔഡി TT ഇവരൊരു കമ്മ്യൂണിറ്റി പോലെ ഒരു ഗ്രൂപ്പാണ്. അവർക്കിങ്ങനെ ഒരുപാട് പ്ലേസസിൽ മീറ്റപ്പും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതനുസരിച്ച് അവർ മീറ്റപ്പൊക്കെ അങ്ങനെ വരുമ്പോഴത്തേക്കും വിളിക്കുന്നതാണ്. ഇവര്
നല്ല രസമാണ് ഇവരുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ. കാരണം നമ്മള് ഇവരോട് സംസാരിക്കുമ്പോഴാണ് എന്തൊക്കെയാണ് പരിപാടികൾ ഈ എഞ്ചിനിലൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വണ്ടിയുടെ പെർഫോമൻസ് കൂടും, അങ്ങനെ പല കാര്യങ്ങളും ഇവർ പറഞ്ഞു തരും. നടന്ന് ഇരുന്നു പോയി ഞാൻ. എല്ലാ വണ്ടികളും കാണണ്ടേ. അതായത് വണ്ടികളെ ഇഷ്ടമുള്ള വണ്ടി പ്രേമികളും വണ്ടിപ്രാന്തന്മാരും ഇവിടുത്തെ കൂടുതൽ. മൊത്തത്തില് വെള്ളക്കാരാണ്. നമ്മുടെ ഒരു വണ്ടി 2 വണ്ടി കണ്ടേ ഉള്ളൂ ഏഷ്യൻസിന്റെ ഒക്കെ ഞാൻ കണ്ടത്. ബാക്കി ഫുള്ള് നമ്മുടെ ഇവരുടെ വെള്ളക്കാരാണ്. അവര് വണ്ടിയൊക്കെ സ്വന്തം മക്കളെ പോലെയാണ് സ്നേഹിക്കുന്നത്. അത് വണ്ടിയോട് ഇഷ്ടമുള്ള എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഈ ഇമാതിരി സാധനങ്ങളൊക്കെ ഉണ്ട്, ഈ സ്പോയിലറും അതും ഇതും എല്ലാം കാർബൺ ഫൈബറാണ്. വണ്ടിയുടെ അതേ പ്രൈസിന് ഉള്ള മോഡിഫിക്കേഷൻ ചെയ്തു വെച്ചേക്കുന്ന വണ്ടികൾ വരെ ഉണ്ട്. പല ടൈപ്പിൽ പെട്ടക്കണ സാധനങ്ങൾ ലാലേട്ടൻ പറയുന്ന പോലെ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് പൊട്ടിക്കാൻ പോവാണ്. എല്ലാ എക്സോസ്റ്റും ഉണ്ട്. സ്കോർപ്പിയൻ ഉണ്ട്, നമ്മുടെ വാൽട്രോണിക് ഉണ്ട്, കേൾക്കാത്ത കുറേ ഉണ്ട്. ഞാൻ എല്ലാത്തിൻ്റെയും ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഒന്നിച്ച് പൊട്ടിക്കാൻ പോവാണ്. കേൾപ്പിച്ചു തരാം. രക്ഷയില്ല, ചെവിക്കെല്ലാം പൊട്ടിപ്പോട്. അതായത് ഈ സാധനമൊക്കെ എടുത്ത് ചെവിയിലൊക്കെ ചെയ്തിട്ട് പോലും രക്ഷയില്ല. അപ്പൊ അതൊരു ശബ്ദം. മാത്രമല്ല ബൈക്സും വരുന്നുണ്ട്. ബൈക്കുകളും വന്ന് അടിയുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒറ്റ വണ്ടികൾ മാത്രം. നമ്മൾ കുറെ ഓട്ടോ ഷോ ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒറ്റ വണ്ടികളുടെ ഷോ ആദ്യമായിട്ടായിരുന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കൊള്ളാം. അവരപ്പോ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അടുത്ത ഇത് 2026 ഏപ്രിൽ 6-ാം തീയതി ആണ് അടുത്ത ഷോ. അപ്പൊ അതിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നൈസ്. അപ്പോ അടുത്തൊരു വീഡിയോയില് കാണാം. ഞാൻ ഇൻ സെർച്ച് ഓഫ് നമ്മുടെ നെക്സ്റ്റ് കാറാണ്. അപ്പോ എന്തായാലും അടുത്ത വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യുക. അപ്പോ ശരി എന്നാ.